നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കുവൈറ്റിലെ നഴ്സറി ഉടമകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ തീരുമാനങ്ങളുടെ ഭാഗമായി നഴ്സറികൾ അടച്ചിടേണ്ടി വന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ഇവർ പറയുകയാണ്. കനത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പോലും നഴ്സറികൾ അടച്ചിടേണ്ടി വരുന്നതിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് നഴ്സറി മാനേജ്മെന്റ് ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ തീരുമാനം ഏകപക്ഷീയമായിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന നഷ്ടങ്ങളുടെ മൂല്യം വിലയിരുത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട നഴ്സറി മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ. കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫീസുകൾ ശേഖരിക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലും നഴ്സറി ഉടമകൾ കടുത്ത അസംതൃപ്തരാണ്. അതോടൊപ്പം തന്നെ കൊറോണ വ്യാപനം മൂലം ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്, പ്രത്യേകിച്ച് കുവൈറ്റ് പോലുള്ള രാഷ്ട്രങ്ങൾ. എന്നാൽ തന്നെയും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സ്വകാര്യ ആരോഗ്യ ജീവനക്കാർക്കും കുവൈറ്റിലേക്ക് നേരിട്ട് വരാൻ ഇതിനോടകം തന്നെ കുവൈറ്റ് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ വിലക്കുള്ള 34 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടോ ട്രാൻസിറ്റ് വഴിയോ ഇവർക്ക് കുവൈറ്റിലേക്ക് വരാമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇങ്ങനെ കൊണ്ടുവരാവുന്നവരുടെ പട്ടിക വ്യോമയാന വകുപ്പ് വിമാന കമ്പനികൾക്ക് നൽകി കഴിഞ്ഞു. അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചുവരാൻ കഴിയാതിരുന്നവരിൽ നിരവധി സ്വകാര്യ ആശുപത്രി ജീവനക്കാരുമുണ്ട്. ഇതുമൂലം ആശുപത്രികളിൽ ജീവനക്കാരുടെ ക്ഷാമവും നിലവിലുള്ളവർക്ക് അവധിയെടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഉരുവായി. നിരവധി പേർ UAE ഉൾപ്പെടെ വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ 2 ആഴ്ച താമസിച്ച് ഇതിനകം തിരിച്ചെത്തിയിട്ടുമുണ്ട്. ഇത് പ്രവാസികളിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആയതിനാൽ തന്നെയാണ് നേരിട്ടെത്താൻ പ്രവാസികൾ കാത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.